ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ചിക്കൻ ഹനീദിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ പട്ട, അതുപോലെ തന്നെ ഒരു 7 ഏലക്കായും 7 ഗ്രാമ്പും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ വറുത്തതിന് ശേഷം ലാസ്റ്റ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിങ്ങിനാണ് നിങ്ങൾക്ക് മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ചിക്കനിലോട്ട് ആ പൊടിച്ചെടുത്ത മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മസാല തിരുമ്മി ഈ ചിക്കൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മാഗി ക്യൂബ് ചേർക്കണ കാരണം ഉപ്പ് ചേർക്കണില്ല. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കാത്തത്. ഇത് മസാല തിരുമ്മി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പുതിനയുടെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയുടെ ഇല ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ പുതിനയുടെ ഇല ചേർത്ത് കൊടുക്കാഞ്ഞ്. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചിക്കൻ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്കിൽ നിന്ന് ഈ ചിക്കൻ എടുത്ത് മാറ്റാം. നമ്മൾ ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെയാണ് കേട്ടോ റൈസ് കുക്ക് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് 2 ഗ്രാമ്പും അതുപോലെ തന്നെ 2-3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 സബോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സബോള ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, വലിയ തക്കാളിയാണ്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസിൽ ഈ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞ അളവിൽ ഇപ്പോൾ ഞാൻ 2 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 1 കപ്പ് ചിക്കൻ സ്റ്റോക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കി അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ഇത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനൊന്ന് ഫ്രൈ ആയി 2 സൈഡും ഫ്രൈ ആയി കിട്ടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അധികം ഇങ്ങനെ മുക്കി പൊരിക്കുന്ന രീതിയിലൊന്നും ഫ്രൈ ആവേണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ പോലെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, നമുക്ക് അടുത്ത സൈഡും അതേപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നേരം കൂടെ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഒരു ഉണക്കനാരങ്ങ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ചെയ്യുമ്പോൾ അത് നേരത്തോടെ ഉണക്കനാരങ്ങ ഇടാം കേട്ടോ. അപ്പോൾ ഞാനത് മറന്നു പോയിട്ടോ, ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി, അതാണേ. അപ്പോൾ അതെ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ഇട്ടിട്ട് 2 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഹനീദ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ ബൈ.